റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ഇതുവരെയും നമ്മൾ പൗലോസപ്പോസ്തലൻ ഇവിടെ വിവരിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ന്യായപ്രമാണം കിട്ടിയവരും ന്യായപ്രമാണം ലഭിക്കാത്തവരും കിട്ടാത്തവരും ഒക്കെ ഒരേപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്നും വിട്ടുപോയി. ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്ര വരുന്നത്, അതല്ലാതെ ഒരു മനുഷ്യന് അതനുസരിക്കുവാനായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല, ആരും അതിനെ അനുസരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാണ് നിർത്തിയത്. 21-ാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ജോയ് സൗരം മ്യൂട്ട് ആക്കണേ. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ നീതി ഇപ്പോൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ മനുഷ്യന് നീതീകരിക്കപ്പെടുവാൻ, ദൈവസന്നിധിയിൽ സ്വീകാര്യനായി തീരുവാനായിട്ട് ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്താൽ സാധിക്കാതെ വന്നപ്പോൾ ദൈവം മറ്റൊരു വഴി എന്ന് പറയുമ്പോൾ ഒരു വഴി പരാജയപ്പെട്ടു, അതുകൊണ്ട് മറ്റൊരു വഴി കൊണ്ടുവന്നു എന്നുള്ള നിലയിലല്ല, മറിച്ച് ദൈവിക പരിപാടിയിൽ ഇത് തന്നെയായിരുന്നു വഴി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം ഏതെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പരിപാടി ആസൂത്രണം ചെയ്തു, അതിനുശേഷം അത് പരാജയപ്പെട്ടപ്പോൾ ദൈവം മറ്റൊരു വഴി ആലോചിച്ചു എന്നുള്ള നിലയിലല്ല. അതുതന്നെയാണ് 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉള്ള വിശ്വാസത്താലുള്ള ദൈവനീതി എന്ന് പറയുന്നത് ന്യായപ്രമാണം പരാജയപ്പെട്ടെടുത്ത് തുടങ്ങിയതായിട്ടുള്ള ഒരു പരിപാടിയല്ല, മറിച്ച് ന്യായപ്രമാണം അതിനു മുമ്പേ ദൈവം നൽകി ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ അല്ലെങ്കിൽ അതനുസരിക്കുവാനായിട്ട് മനുഷ്യൻ അശക്തനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇനി വിശ്വസിക്കുന്നവർക്ക് നീതി ദൈവം നൽകുന്നു എന്ന് വന്നാൽ ഒരുപക്ഷെ ന്യായപ്രമാണം തന്നിരുന്നുവെങ്കിൽ ഞങ്ങളത് അനുസരിക്കുമായിരുന്നു, അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു നീതി ഞങ്ങൾ എത്തിപ്പെട്ടിച്ചേനെ, അല്ലെങ്കിൽ ഞങ്ങൾ ആ നീതിയിൽ എത്തിപ്പെട്ടേനെ എന്നൊരു മനുഷ്യന് പറയുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യനെ കൊണ്ട് തന്നെ ഈ ന്യായപ്രമാണം അനുസരിക്കുവാൻ ഞങ്ങൾ അശക്തരാണ് എന്ന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവം അത് മനുഷ്യനിൽ സ്ഥാപിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇപ്പോഴും ദൈവത്തിൻ്റെ നീതി, മനുഷ്യന്റെ നീതി എന്ന് പറഞ്ഞ് നമുക്ക് ലോകത്തിൽ ഒരു മാനുഷികമായിട്ടുള്ള നീതിയുണ്ട്. നമുക്കറിയാം ധാരാളം ആളുകൾ ദൈവത്തെ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള നീതിക്ക് വിധേയപ്പെട്ട് അല്ലെങ്കിൽ നീതിയുള്ള ജീവിതം നയിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയുമായിട്ട് നമുക്കൊരിക്കലും താരതമ്യം ചെയ്യുവാനായിട്ട് കഴിയുന്നതല്ല. മനുഷ്യൻ എത്ര നീതിമാനായിട്ട് ജീവിച്ചാലും മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ സൃഷ്ടിയിൽ ദൈവം ആഗ്രഹിച്ചതായ ഉദ്ദേശിച്ചതായ ആ നീതിയിലേക്ക് എത്തുവാനായിട്ട് മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി,
ഇപ്പോൾ മനുഷ്യന്റെ നീതി ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാതെ വന്നതുകൊണ്ട് ദൈവത്തിന്റെ നീതി അത് വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം വിശ്വാസത്താലുള്ള ഒരു നീതി മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം, എല്ലാ മനുഷ്യരെയും ദൈവം ഒരു തലത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നീതീകരണത്തിന് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രവൃത്തിയാലായിരുന്നു മനുഷ്യന്റെ നീതീകരണം എന്ന് വെച്ചാൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ സാധ്യതകൾ വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ച് വളർന്ന നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളും നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ അന്യോന്യം വളരെ വ്യത്യസ്തമാണ്. എൻ്റേതും നിങ്ങളുടേതും ഓരോരുത്തരുടെയും, നമ്മളുടെ എല്ലാവരുടെയും വളരെ വ്യത്യാസമാണ്. നമ്മളുടെ എല്ലാ പശ്ചാത്തലങ്ങളും വ്യത്യാസമാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ചേരിയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു കുഞ്ഞ് ധാർമ്മികമായിട്ടുള്ള പ്രത്യേകമായ മൂല്യങ്ങളൊന്നുമില്ലാതെ ഒരു ചേരി സംസ്കാരത്തിലാണ് വളരുന്നത്. എന്നാൽ ഒരു കുഞ്ഞിനെ അച്ചടക്കത്തോടു കൂടി ഒരു കുടുംബത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും നിയന്ത്രണത്തിൽ വളർത്തിയാൽ അവര് കൂടുതൽ നീതിബോധമുള്ളവരും മൂല്യബോധമുള്ളവരുമായിട്ട് തീരും എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവരുടെ സാഹചര്യങ്ങൾ അവരെ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവരെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രവൃത്തികളാലായിരുന്നു മനുഷ്യന് നീതി ദൈവസന്നിധിയിൽ സ്ഥാപിക്കുവാൻ ആയിരുന്നതെങ്കിൽ ആ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും വ്യത്യസ്തമായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് ഒരു തടസ്സവുമില്ലാതെ വിശ്വാസത്താൽ നീതി ലഭിക്കുവാനായിട്ടുള്ള ഒരു വഴി ദൈവം ഒരുക്കുക വഴി യഥാർത്ഥത്തിൽ ദൈവം എല്ലാവർക്കും ഒരു നിലവാരം ആണ് ഈ വിശുദ്ധീകരണത്തിന് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നീതീകരണത്തിന് വെച്ചിരിക്കുന്നത്. വിശുദ്ധീകരണമല്ല, നീതീകരണത്തിന് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനകത്ത് ഏത് സംസ്കാരത്തിൽ ജനിച്ചവനാണെങ്കിലും ഏത് രീതിയിൽ വളർന്നവനാണെങ്കിലും അവരുടെ ആരുടെയും പശ്ചാത്തലങ്ങളോ മൂല്യബോധങ്ങളോ ഒന്നും അതിനെ സ്വാധീനിക്കാത്ത വിധം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ദൈവത്തിന്റെ നീതി നമുക്ക് കണക്കിടുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ നീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും നീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ദൈവത്തിന് സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മളുടെ നീതി എത്ര ശ്രേഷ്ഠമായിരുന്നാലും ദൈവിക നീതിയുടെ ഒരിടത്തും എത്തുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള നീതീകരണമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതായ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും യഥാർത്ഥത്തിലുള്ള വിശ്വാസം, നമ്മെ നീതീകരിക്കുന്ന വിശ്വാസം എന്ന് ചോദിച്ചാൽ അത് ബൈബിളിൽ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള രക്ഷയ്ക്ക് ഉതകുന്ന, നീതീകരണത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമേ ആ ദൈവിക നീതി നമ്മളിലേക്ക് പകരപ്പെടുന്നതിന്, നമ്മളിൽ കണക്കിടുന്നതിന് സ്വീകാര്യമാകുകയുള്ളൂ ദൈവസന്നിധിയിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ നമുക്ക് രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിശ്വസിച്ചവർ എന്നൊക്കെ പറയുന്ന ആളുകളോട് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ പലപ്പോഴും അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തിലെ രക്ഷാകരമായ അല്ലെങ്കിൽ നീതീകരണത്തിന് ഉതകുന്നതായിട്ടുള്ള വിശ്വാസമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് എന്തെങ്കിലും രോഗസൗഖ്യം കിട്ടിയെന്നോ, എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടു അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ യേശുവിൽ ആശ്രയിക്കുന്നു, ആ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒത്തിരി വിശ്വാസങ്ങൾ ഉള്ള ആളുകൾ ധാരാളം നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ
ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും വിശ്വസിക്കുന്നു. പിശാചുക്കൾക്ക് നമുക്ക് ആർക്കും ഉള്ളതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ധാരണകൾ ദൈവത്തെക്കുറിച്ചുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ധാരണകൾ ദൈവവചനം പഠിക്കുന്നതിലൂടെ സ്വായത്തമാക്കി എന്നുള്ളത് അല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധാരണകൾ പിശാചിനുണ്ട്, ഉണ്ട് എന്ന് മാത്രവുമല്ല വിറയ്ക്കുക കൂടി ചെയ്യുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് നാം പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. രക്ഷാകരമായ വിശ്വാസത്തെക്കുറിച്ചും മനുഷ്യനെ നീതീകരിക്കുന്നതായുള്ള വിശ്വാസത്തെക്കുറിച്ചും ഏതൊക്കെ വിശ്വാസമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്തത്, യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പലവട്ടം പഠിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ സഭയുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നാം ഒരിക്കലും വഞ്ചിക്കപ്പെട്ടു പോകരുത്. നാം വിശ്വാസത്തിലാണ്, ഒരു വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുകയും എന്നാൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്തതായിട്ടുള്ളൊരു വിശ്വാസമാണ് എങ്കിൽ ഒരിക്കലും ഈ ദൈവിക നീതി നമുക്ക് ലഭിക്കുകയില്ല ആ വിശ്വാസത്താൽ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ദൈവം ഒരു പരിപാടിയെ ആവിഷ്കരിച്ചത് പരാജയപ്പെട്ടു, അടുത്ത പരിപാടി തുടങ്ങി എന്നുള്ളതല്ല. ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത് വിശ്വാസത്താലുള്ള ദൈവിക നീതി മനുഷ്യന് ലഭിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് മനുഷ്യൻ തന്നിൽ തന്നെ ദൈവത്തിന്റെ നീതിയിൽ എത്തുവാനായിട്ട് അശക്തനാണ് എന്ന് നിയമങ്ങൾ കൊടുത്തുകൊണ്ട്, ന്യായപ്രമാണം കൊടുത്തുകൊണ്ട് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു, അവന് തെളിയിച്ചു കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. ശരി, 23-ാമത്തെ വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവിക നീതി മനുഷ്യന് എല്ലാവർക്കും ആവശ്യമാണ്. അത് ആവശ്യമില്ലാത്ത ആരുമില്ല. സ്വയനീതിയാൽ ദൈവസന്നിധിയിൽ സ്വീകാര്യരാകുവാൻ കഴിയുന്ന ആരും ഇല്ല. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്കിവിടെ ഒരു സൂചനയുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിച്ചാലും മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഉള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളെല്ലാം മനുഷ്യനെ, ആദ്യ പിതാക്കന്മാരെ ആദമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ തേജസ് ഉള്ളവനായിട്ടാണ്. എന്നാൽ അവന്റെ തേജസ് അവന് നഷ്ടപ്പെട്ടു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതായത് മനുഷ്യന് ദൈവത്തിന്റെ സൃഷ്ടിയിൽ അത് ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ ദൈവം മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ് ഉള്ളവനായി അവൻ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇവിടെ തന്നെ നാം കാണുന്നത് മനുഷ്യനെ നീതീകരിച്ചു എന്നാണ്, വിശ്വാസത്താൽ നീതീകരിച്ചു. അപ്പോൾ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിലൂടെ മനുഷ്യന് നൽകുമ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവ തേജസ്സിലേക്ക് തിരിച്ചു പോകുവാനായിട്ടുള്ള ഒരു വഴി ഈ ദൈവിക നീതി നമ്മളിൽ ഉളവാകുക എന്നുള്ളതാണ്. അത് വിശ്വാസത്താൽ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തു. വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ ദൈവത്തിന്റെ നീതി ദൈവം നൽകി അല്ലെങ്കിൽ നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ തേജസ് നമ്മളിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് വിശ്വാസത്തിലാണ് ലഭിക്കുന്നത്. അതുമാത്രവുമല്ല, ദൈവിക നീതി മാത്രവുമല്ല, ദൈവത്തിന്റെ തേജസ്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധീകരണം, വിശുദ്ധി. ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ആ ദൈവത്തിന്റെ വിശുദ്ധി മനുഷ്യന് ഉണ്ടായിരുന്നു, മനുഷ്യനിൽ പാപം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനുഷ്യന്റെ വിശുദ്ധീകരണത്തിലൂടെ ആ തേജസ്സിലേക്ക് മനുഷ്യൻ നടന്നെടുക്കുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു.
തേജസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തേജസ് ഉള്ളവനാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെ തേജസ്സുള്ളവനായി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിലൂടെ അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ ദൈവം ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്ത് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി, പ്രിയമുള്ളവരെ, അതൊരു ചെറിയ കാര്യമല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചതാണ്. അവന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടുന്നു എന്നാണ്. അപ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി, അതായത് ഒരു കണ്ണാടിയിൽ നാം എങ്ങനെയാണോ ഒരു കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ നമ്മുടെ ഒരു തേജസ്സിനെ കാണുന്നത്, അതുപോലെ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ്സിനെ കാണിക്കുന്നവരായിട്ട് നാം തീരണം. പ്രിയമുള്ളവരെ, നാം ഈ കേൾക്കുന്നതായിട്ട് അല്ലെങ്കിൽ വായിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ക്രിസ്തീയ ജീവിതത്തിലൂടെ ആളുകൾ ആഗ്രഹിക്കുകയും അല്ല എങ്കിൽ ആളുകൾ ഉന്നം വയ്ക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ എത്രയോ വൈരുദ്ധ്യങ്ങളും വിരോധാഭാസങ്ങളും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ചിരുന്നത് നമ്മളിങ്ങനെ വായിച്ചു, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം വഴി മനുഷ്യൻ ആ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെട്ടവനായിട്ട് തീർന്നു. ഇന്ന് അതേ സ്വരൂപത്തോട് അനുരൂപരാകുന്നതിന് വേണ്ടി നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ തേജസ്സിലേക്കുള്ള ഒരു യാത്രയിലാണ് യഥാർത്ഥത്തിൽ നാം എല്ലാവരും എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക്, വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിലില്ല. ഞാൻ ഒരു കണ്ണാടിയിൽ എന്ന പോലെ, കണ്ണാടിയിൽ ഒരു പ്രതിബിംബിക്കുന്നത് പോലെ കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കേണ്ട ഒരു ജീവിതം നയിക്കേണ്ട ആളാണ്. അതുപോലെ തന്നെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ഞാൻ രൂപാന്തരപ്പെടേണ്ടവനാണ് അല്ലെങ്കിൽ രൂപാന്തരപ്പെടേണ്ടവളാണ് എന്നുള്ള ചിന്ത ഇന്ന് അനേകർക്കും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വിശ്വാസത്തിലൂടെ നീതീകരണത്തിലൂടെ നാം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ലോകത്ത് വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ തേജസ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ ആ ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സാദൃശ്യവും സ്വരൂപവും നമുക്ക് വരുന്നതോടുകൂടി മാത്രമേ, അതിൽ വളരുന്നതോടുകൂടി മാത്രമേ ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ന്യായപ്രമാണത്തിലൂടെ നമുക്ക് ഇതൊന്നും സാധിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ പിതാവിന്റെ എല്ലാ തേജസ്സോടും കൂടിയാണ്, അല്ലെങ്കിൽ പിതാവിന്റെ തേജസ് എന്ത് എന്ന് നമുക്ക് കാണിച്ചു തന്നത് പുത്രനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്, കർത്താവ് ദൈവത്തിന്റെ തേജസ്സിനെ നമ്മളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ആളാണ്. ദൈവിക നീതി താൻ തൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിച്ച ആളാണ്. ദൈവം ആവശ്യപ്പെടുന്നതായിട്ടുള്ള നീതി കർത്താവായ യേശുക്രിസ്തു പൂർത്തിയാക്കി തൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിലും
അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും അദൃശ്യനായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രതിമയാണ് കർത്താവായ യേശുക്രിസ്തു. വീണ്ടും കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും അദൃശ്യനായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രതിമയും അതുപോലെ തന്നെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും ഇതൊക്കെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് നമ്മെക്കുറിച്ച് ഉള്ള ദൈവിക പരിപാടി എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ തേജസ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ തേജസ്സിൻ്റെ തലത്തിലേക്ക് നാം വളരണം എന്നുള്ളതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ കാര്യത്തിൽ നാം എത്രത്തോളം ഈ കഴിഞ്ഞ അനേക വർഷങ്ങൾ ദൈവിക പരിപാടിയിൽ പങ്കാളികളായതിനു ശേഷം എത്രത്തോളം നാം ആ മേഖലയിൽ മുന്നേറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് നമ്മൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, നമ്മുടെ ദിവ്യ സ്വഭാവങ്ങൾ, സ്നേഹം, അതുപോലെയുള്ള സ്വഭാവം നമ്മൾ രൂപപ്പെടേണ്ടത് ആവശ്യമാണ്. അവൻ്റെ നീതിയും വിശുദ്ധിയും അതുപോലെ തന്നെ സ്നേഹവുമൊക്കെ നമ്മളിൽ വെളിപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് ഉള്ളവരായിട്ട് നാം തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അത് സ്ഥാപിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ബന്ധം ആസ്വദിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിലും നാം ആ തേജസ്സിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരും ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ കാര്യങ്ങൾ ചിന്തിച്ചത്. എന്നാൽ ആ ദൈവത്തിന്റെ തേജസ്സിലേക്കുള്ള ഒരു മടങ്ങിവരവാണ് സുവിശേഷം ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും മിക്കവാറും എല്ലാം നാം നമ്മുടെ ചുറ്റുപാടും കാണുന്നത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ദൗത്യം അവിടെ അവസാനിച്ചു. പിന്നെ അത്യാവശ്യം സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയോ അതല്ല എങ്കിൽ ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്താൽ അത് നമ്മളെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി പിന്നെ അതൊക്കെയാണ്. പിന്നെ കുറച്ച് സൽപ്രവൃത്തികളൊക്കെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ സ്വീകാര്യരായി എന്നുള്ളതായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്ന് ലോകത്ത് വിശ്വാസികളുടെ ഇടയിലുണ്ട്. എന്നാൽ അത് വളരെ അബദ്ധമാണ്. നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടിയെക്കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തവരായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അവിടെ എത്തിച്ചേരുവാനായിട്ടും സാധിക്കുകയില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പിന്നെ മറ്റൊരു അബദ്ധം ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ളത്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് എന്നുള്ള നിലയിലാണ്. അത് അങ്ങനെ തന്നെ പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകൾ വരെയുണ്ട്. പക്ഷേ നമ്മളിലുള്ള നാം സ്വീകരിച്ച വിശ്വാസം, ആ വിശ്വാസം ഓരോ ദിവസവും അതിൻ്റെ എല്ലാ തലങ്ങളിലും വളർന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ വിശ്വാസത്താലാണ് നമ്മളുടെ വിശുദ്ധീകരണവും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നീതീകരണം വിശ്വാസത്താൽ ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ വിശുദ്ധീകരണവും വിശ്വാസത്താലാണ്. അങ്ങനെ ആ വിശ്വാസത്തിൽ നാം നിൽക്കുകയും വളരുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ ദൈവാനുരൂപമായി രൂപാന്തരപ്പെട്ടിട്ട് അതിന് തക്കതായിട്ടുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉളവാകും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കർത്താവിൽ നാം വസിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് പകരപ്പെടും. നമ്മുടെ നീതി എന്ന് പറയുന്നത്, നമ്മുടെ നീതി, ജ്ഞാനം, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ് എല്ലാം കർത്താവാണ്. അപ്പോൾ ആ കർത്താവിൽ നാം വസിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മളിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള പ്രവൃത്തികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാകുന്നു എന്ന് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്നല്ലാതെ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതായിട്ട് ഒരു പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം ജഡത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം അത് ആത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൽപ്പനകളൊക്കെ നമുക്ക് സാധ്യമാകുന്ന കുറച്ച് കൽപ്പനകൾ അല്ലേ, പൊതുവെ അങ്ങനെയാണ്. പൊതുവെ ഇന്ന് ക്രിസ്ത്യ ലോകത്ത് സഭകൾ ആവശ്യപ്പെടുന്നത് അത്യാവശ്യം മദ്യപിക്കാതെയും അല്ലെങ്കിൽ പുകവലിക്കാതെയോ അല്ലെങ്കിൽ വ്യഭിചാരം, മോഷണം, കൊലപാതകം പോലെയുള്ള അത്യാവശ്യം ചില പാപങ്ങളൊക്കെ ചെയ്യാതെ ഒരു മാന്യമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അവരെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാവും. പിന്നെ അല്പം സൽപ്രവൃത്തികളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്താൽ പിന്നെ എല്ലാമായി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ആളുകളെ ആദരിക്കുകയും അവർക്ക് സഭകളിലൊക്കെ വലിയ ബഹുമാനം കിട്ടുകയും അവരെ വലിയവരായി കണക്കാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെയും എത്രയോ ദൂരെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മെ സംബന്ധിക്കുന്നതായുള്ള ദൈവിക പരിപാടി അത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കുന്നത് വഴി മാത്രമേ അതിലെത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി മറ്റു ചില ആളുകൾ പാപമൊന്നും ചെയ്യാത്തതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വളർന്നാൽ മാത്രമേ അവന് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ന് നേരെയും അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥത്തിലും പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, പാപം എന്ന് പറയുന്നതിനെ കുറിച്ച് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ പാപം എന്ന് പറയുന്നത് 10 കൽപ്പനകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെയാണ്. എന്നാൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് മനുഷ്യന് വെച്ചിരിക്കുന്നതായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കാത്തതെല്ലാം പാപമാണ്. അതിനെക്കുറിച്ച് മിസ്സിംഗ് ദ മാർക്ക്, ദൈവം വെച്ചിരിക്കുന്ന ആ മാർക്കിൽ എത്തിപ്പെടാത്തതെല്ലാം പാപമാണ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാത്തത് പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. അപ്പോൾ നമ്മുടെ പാപത്തിന്റെ മേലുള്ള ആത്യന്തികമായിട്ടുള്ള വിജയം എന്നുള്ളതല്ല ദൈവസന്നിധിയിൽ നമ്മെ സ്വീകാര്യരാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആർക്കും ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. മറിച്ച് നാം കർത്താവിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് ദൈവസന്നിധിയിൽ നമ്മെ സ്വീകാര്യരാക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ അതിന്റെ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കൊലോസ്യയിലെ വിശ്വാസികൾ എല്ലാവരും 100% പാപരഹിത ജീവിതം നയിച്ച ആളുകൾ ആയതുകൊണ്ടല്ല പൗലോസ് അപ്പോസ്തലൻ അവർക്ക് ഈ ഒരു ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ നാം ആയിരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആ പരിപൂർണത അല്ലെ, നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള വാക്യം വായിച്ചത് അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അടുത്ത വാക്യമാണ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ സർവ്വസമ്പൂർണതയും കർത്താവായ യേശുക്രിസ്തുവിലുണ്ട്. ആ യേശുക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ നമ്മളും ക്രിസ്തുവിൽ പരിപൂർണരാണ്. നമ്മൾ ആരും പരിപൂർണരല്ല. നമ്മളിൽ പരിപൂർണരാകുവാനായിട്ട് നമുക്ക് ആർക്കും കഴിയുന്നതുമല്ല. നാം ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ പരിപൂർണത, ക്രിസ്തുവിലുള്ളതായിട്ടുള്ള പൂർണ്ണത നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹരിതം അല്ലെ മനോഹാരിത്യം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതല്ലാതെ നാം ചില പാപങ്ങളൊക്കെ ഒഴിവാക്കി വേറെ ചില പാപങ്ങളെയൊക്കെ താലോലിച്ചുമൊക്കെ, അതായത് നമുക്ക് ഒഴിവാക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ള കുറച്ച് പാപങ്ങൾ ഒഴിവാക്കി പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് ഇനി ആരൊക്കെയാ അങ്ങനെ നീതിമാനായിട്ട് ജീവിക്കുന്നത്, എല്ലാവരും പ്രശ്നങ്ങളിലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമാണെന്ന് നമുക്ക് ധാരാളമായിട്ട് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അങ്ങനെയുള്ളൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, നാം അത് പലപ്പോഴും വായിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ, 30-ാം വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. നമ്മൾ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു.
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം, അവനിൽ വസിക്കുന്ന ആളുകൾക്ക് മാത്രം അവനിൽ ഉള്ള പരിപൂർണത ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം കർത്താവിൽ വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. ആകയാൽ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുക, അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുക, അവനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നാം വസിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ജീവിതം അവൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെട്ട് വളർന്നു വരുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നാം വിശുദ്ധീകരണത്തിൽ യഥാർത്ഥത്തിൽ മുന്നേറുന്നത്. കർത്താവിൽ വസിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു വിശുദ്ധീകരണത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അവനിൽ വസിക്കുന്നത് വിട്ട് ഞാൻ എന്തെങ്കിലും ഒരിക്കൽ വിശ്വസിച്ച ഒരാളാണ്, എന്തെങ്കിലും ഒരിക്കൽ ഏറ്റുപറഞ്ഞ ഒരാളാണ്, ഞാൻ എപ്പോഴോ ഒന്ന് സ്നാനപ്പെട്ട ആളാണ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ നിത്യതയ്ക്ക് ഒരു ഉറപ്പും നൽകുന്നതായിട്ടുള്ള കാര്യമല്ല. നാം അവനിൽ വസിക്കുന്നുണ്ടോ? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പക്ഷെ ആ നടപ്പിൽ നമുക്കൊരു പക്ഷേ വീഴ്ചകൾ വന്നാലും അവിടെ യഥാസ്ഥാനപ്പെടുവാനായിട്ട് നമുക്ക് വലിയൊരു സാധ്യത ഉണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അവിടെ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മെ വിശദീകരിക്കുവാൻ മനസ്സുള്ളവനാകുന്നു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അതിന് മുമ്പ് ഉള്ള വാക്യത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വെളിച്ചത്തിൽ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. വെളിച്ചത്തിൽ നടക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പാളിച്ചകൾക്ക് ദൈവം പരിഹാരം വരുത്തും. എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പാപത്തിൽ ജീവിക്കുന്നവൻ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നാം പാപത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നാം ക്രിസ്തുവിൽ വസിക്കുന്ന ആളുകളല്ല. നമുക്ക് എപ്പോഴെങ്കിലും അബദ്ധത്തിൽ നമുക്ക് പാപത്തിൽ വീണു പോകുന്നതും പാപത്തിൽ തുടരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പാപത്തിന്റെ അടിമത്തത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആ പാപത്തിൽ നിന്ന് യാതൊരു വക നിലയിലും നമുക്ക് ഒരു വിടുതൽ ലഭിച്ചിട്ടില്ല, നാം അതിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ നമുക്കൊരിക്കലും ക്രിസ്തുവിൽ വസിക്കുന്നവരാണ് അല്ലെങ്കിൽ വെളിച്ചത്തിൽ നടക്കുന്നവരാണ് എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. യോഹന്നാൻ ലേഖനം എഴുതുമ്പോഴും, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അഥവാ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ. അഥവാ, അപ്പോൾ പാപത്തിൽ അകപ്പെടുക എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കും. എന്നാൽ ക്രിസ്തു എന്ത് ചെയ്യുന്നുവോ അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നീതി എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ ഒരു നീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിൽ ഉള്ള ഒരു കാര്യമാണ്. അത് നാം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോൾ, നാം ആത്മീയമായിട്ട് വളരുമ്പോൾ, രൂപാന്തരപ്പെടുമ്പോൾ, നന്മയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടമനുസരിച്ച് അതിനുവേണ്ടി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.